പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ ന്യൂസ് ട്രെൻഡ്സ് ആരംഭിച്ചത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു. ഇങ്ങനെയൊരു കരാറിൽ ഏർപ്പെട്ടു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആദ്യം വ്യക്തമാക്കിയത്. അങ്ങനെയൊരു കരാർ ഉണ്ടോ? ആ കരാർ ഉണ്ട് എങ്കിൽ അതിന്റെ ഉള്ളടക്കം എന്താണ്? എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ കരാറിന്റെ വ്യവസ്ഥകൾ വെളിപ്പെടുത്താത്തത്? ഇത്തരം ചോദ്യങ്ങൾ പാർലമെന്റിൽ അടക്കം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ എന്ന സംശയം തന്നെയായിരുന്നു ന്യൂസ് ട്രെൻഡ്സും പങ്കുവച്ചത്. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ അമേരിക്കയും സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നത്. ഇന്ന് ന്യൂസ് ട്രെൻഡ്സ് വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ആ കരാറിന്റെ ഉള്ളടക്കം എന്ത് എന്നതാണ്. ആ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ വാട്സപ്പ് സർവകലാശാലകളിലും സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റികളിലുമൊക്കെ നിരവധിയായ ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ നിർലോഭമായി കാണാറുണ്ട്. ഇന്ത്യ അടിയറവ് പറഞ്ഞു, ഇന്ത്യ മുട്ടുമടക്കി, ഇന്ത്യൻ താല്പര്യങ്ങൾ ബലി കഴിപ്പിച്ചു, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒക്കെയാണ് ഇത്തരം വിദഗ്ധർ പങ്കുവെക്കാറുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം വിദഗ്ധർക്കൊക്കെ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞു പോയാൽ മാത്രം മതി. അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അത് ചിന്തിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും ഭരണകൂടമാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ആ രണ്ട് രാജ്യങ്ങളും മുൻതൂക്കം നൽകുന്നത് അതാത് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കായിരിക്കും. ഒരു രാജ്യവും തങ്ങളുടെ താല്പര്യത്തെ പൂർണ്ണമായും ബലി അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മറ്റൊരു രാജ്യവുമായി കരാറിൽ ഏർപ്പെടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇതാ ഇന്ത്യയും അമേരിക്കയും തമ്മിലാണ് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അവിടെ സ്വാഭാവികമായും ഇന്ത്യ ഊന്നൽ നൽകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിയെയും ഇന്ത്യയുടെ വ്യവസായ മേഖലയെയും ഇന്ത്യയുടെ കാർഷിക മേഖലയെയും എങ്ങനെ കരുപ്പിടിപ്പിക്കാം എന്നുള്ളതിനായിരിക്കും. അമേരിക്ക മുൻതൂക്കം നൽകുന്നത് അമേരിക്കൻ വിപണിയെ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും മികച്ച വിപണിയായി ഇന്ത്യയെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അവിടെ ഇരു രാജ്യങ്ങളും ചില വിട്ടുവീഴ്ചകളും നടപ്പിലാക്കേണ്ടി വരും. അത് ഏത് ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിലാണ് എങ്കിലും ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയിൽ ആണ് എങ്കിലും അത്തരം ചില വിട്ടുവീഴ്ചകൾ ഇല്ലാതെ മുന്നോട്ട് പോകില്ല. അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് സംശയമുണ്ടാകാം, എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം കരാറുകൾ എന്നത്. അവിടെ മനസ്സിലാക്കേണ്ടത്, ഏതൊരു രാജ്യത്തെ പൗരനും അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാ ഉള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആ രാജ്യത്ത് നിന്ന് തന്നെ ലഭ്യമാവുക എന്നത് അപ്രായോഗികമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ സോഷ്യൽ മീഡിയയിലെ ചില നിരീക്ഷകരുടെയും വിദഗ്ധരുടെയും ഒക്കെ കാര്യം. അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ പോലും ഇന്ത്യയിൽ നിർമ്മിച്ചവ ആകണമെന്നില്ല. അത് പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവയാണ്. അവർ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ നിർമ്മാതാക്കൾ അത് ഇന്ത്യയിലുള്ളവർ ആകണമെന്നില്ല. ഇന്ത്യയിൽ തന്നെ രൂപീകരിക്കപ്പെട്ട, ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുന്ന നിരവധിയായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷേ അതൊന്നും ലോകവ്യാപകമായി അത്ര ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളവയല്ല. അവിടെയാണ് നമ്മൾ മറ്റു പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ ഫേസ്ബുക്ക് പോലെയുള്ള, വാട്സപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെയൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊന്നും ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത നിരവധിയായ രാജ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെയാണ് ഇത്തരം സേവനങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നതിന് മറ്റു രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടുകയും ആ കരാറിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ചില വിഭാഗങ്ങൾക്കെങ്കിലും ഇത്തരം കരാറുകൾ തിരിച്ചടിയാകും എന്നതും വസ്തുത തന്നെയാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തി എന്ന വസ്തുതയാണ്. അക്കാര്യത്തിൽ ഇപ്പോഴൊരു സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള നിരവധിയായ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നത് തന്നെയാണ് ഈ കരാർ എന്നതാണ് എടുത്തു പറയേണ്ടത്. ധാന്യങ്ങൾക്കും പഴങ്ങൾക്കും പച്ചക്കറിക്കും അടക്കം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നികുതിയിൽ ഇളവ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പരാമർശം ഈ കരാറിൽ ഇല്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഓരോ ഘട്ടമായി നമ്മൾ കടക്കുമ്പോൾ, ഈ കരാർ എന്നത് ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യങ്ങളെ ബലിയർപ്പിക്കുന്നതാണോ, കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്നതാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ആയിരുന്നു ഉയർന്നു വന്നത്. പ്രിയ പ്രേക്ഷകരെ, ഒരു കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വസ്തുതാപരമായി മാത്രമേ ഈ വാർത്ത ഞങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറിൽ ഏർപ്പെടുമ്പോൾ നിരവധിയായ വ്യവസ്ഥകൾ ഉണ്ടാകും, ഉപവകുപ്പുകൾ ഉണ്ടാകും.
ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ്. ഈ കരാറിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഒട്ടേറെ ഉപവകുപ്പുകളും മറ്റുമൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ പങ്കുവെക്കുന്ന ഈ വിവരങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്തു തന്നെയാണെങ്കിലും ആ വസ്തുതയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രേക്ഷകരോട് ഈ വിവരങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ആ പങ്കുവെക്കുന്ന വിവരങ്ങളിലേക്ക് പോകുമ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവരം തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആദ്യം തന്നെ സൂചിപ്പിച്ചുകൊള്ളട്ടെ, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് 50% നികുതി പിഴയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഈടാക്കിയിരുന്നത്. ഇന്ത്യയിൽ നിന്നൊരു ഉൽപ്പന്നം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് 50% എന്നതായിരുന്നു നികുതി എങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഏതൊരു ഉൽപ്പന്നവും സേവനവും അമേരിക്കയ്ക്ക് നൽകുമ്പോൾ പരമാവധി നികുതി എന്നത് 18% എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട നേട്ടം. അതിൽ തന്നെ കാർഷിക ക്ഷീര മേഖലകളിൽ നിയന്ത്രിതമായ ഇളവുണ്ട് എന്ന് പറയുമ്പോൾ ഓറഞ്ച്, പ്ലം, മുന്തിരി ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങൾ, ഈ പഴവർഗ്ഗങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഉള്ള നികുതി, ആ നികുതിയിൽ ഒരു കുറവും വരുത്തില്ല എന്നുള്ളതാണ്. അതിൽ വാഴപ്പഴം ഉൾപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യ എന്നത് ഓറഞ്ച് കൃഷി വ്യാപകമായി നടക്കുന്ന രാജ്യമാണ്. മുന്തിരി വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്, വാഴപ്പഴം കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ എത്രയോ ഇനം വാഴകൾ ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് നികുതി കുറഞ്ഞ് ഇന്ത്യയിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്താൽ ഈ കർഷകരെ വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾക്ക് നികുതിയിൽ ഇളവ് ഇന്ത്യ നൽകുന്നില്ല എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് തേയിലയ്ക്കാണ്. ഒരുപക്ഷെ മലയാളികളായ നമ്മളുടെ ഒരു ദിനം ആരംഭിക്കുന്നത് പോലും ഒരു കപ്പ് ചായയിൽ നിന്നോ കോഫിയിൽ നിന്നോ ഒക്കെയാണ് എന്ന് നമുക്കറിയാം. ഒരു ദിവസം എത്രയോ ചായ നമ്മൾ കുടിക്കുന്നുണ്ടാകും. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഞാൻ ഇവിടെ ജോലിക്കിടയിൽ എത്രയോ തവണ ചായ കുടിക്കും. അതൊക്കെ മലയാളിയുടെ ഒരു ശീലമാണ്. അതുകൊണ്ട് തന്നെ തേയില എന്നത് മലയാളികളുടെ മാത്രമല്ല ഇന്ത്യക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഉപഭോഗ വസ്തു ആണ് എന്നതുകൊണ്ട് തന്നെ തേയിലയ്ക്ക് ഈ തരത്തിൽ അമേരിക്കയിൽ നിന്ന് അനായാസം തേയില ഇറക്കുമതി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. മറ്റൊന്ന് ഇന്ത്യയുടെ സ്വന്തം മാമ്പഴം ആണ്. ഒരുപക്ഷെ ഈ ഫലങ്ങളുടെ രാജാവ് എന്ന് തന്നെയൊക്കെ വിശേഷിപ്പിക്കുന്ന മാമ്പഴം, ഇന്ത്യ അതിൻ്റെ ഒരു വലിയ കയറ്റുമതി രാജ്യം കൂടിയാണ്. ഇന്ത്യയിൽ നിന്ന് വ്യാപകമായി മാമ്പഴം കയറ്റുമതി ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് മാമ്പഴം ഇറക്കുമതി ചെയ്യുമ്പോഴും അവിടെ നികുതി ഇളവ് ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഡേറ്റയിലേക്കാണ്. അതായത് ഈ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റു ചില വിവരങ്ങളുണ്ട്. അതിലൊന്ന് ഉള്ളിയാണ്, മറ്റൊന്ന് ഉരുളക്കിഴങ്ങാണ്. ഒരുപക്ഷെ ഉള്ളിയുടെ രാഷ്ട്രീയം എന്നതൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് തെറ്റിദ്ധരിക്കേണ്ട, കേരളത്തിൽ പറയുന്ന ഉള്ളിപ്രയോഗമല്ല. സവാള എന്നത് അല്ലെങ്കിൽ ഉള്ളി എന്നതൊക്കെ ഇന്ത്യയിലെ വിപണിയെ നിയന്ത്രിക്കുന്ന ഒന്നാണ് എന്ന് മാത്രവുമല്ല, ഇന്ത്യക്കാരൻ്റെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ രുചി വിഭവങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സവാള. സവാളയുടെ വില കൂടുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ ചില സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്ന പാർട്ടിക്ക് അധികാരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് സവാളയുടെ വില വർദ്ധിച്ച പശ്ചാത്തലത്തിൽ. പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് സവാളയും ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നതാണ്. പലപ്പോഴും ഈ പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏക്കർ കണക്കിന് കൃഷി, സവാള കൃഷി നശിക്കുകയും അങ്ങനെ നമ്മൾ വിദേശത്ത് നിന്ന് സവാള ഇറക്കുമതി ചെയ്യുകയും ഒക്കെ ചെയ്യും. അവിടെയാണ് പ്രിയ പ്രേക്ഷകരെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യയിലെ സവാള കർഷകരെ അല്ലെങ്കിൽ ഉള്ളി കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഉള്ളി ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് തീരുവ ഏർപ്പെടുത്തുന്നത്. അതേസമയം നമുക്കൊരു വലിയ നാശനഷ്ടമുണ്ടാകുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദനം കുറയുന്നു. സ്വാഭാവികമായും അവിടെ ഉള്ളിക്ക് വില കൂടും. ഉള്ളിക്ക് വില കൂടുമ്പോൾ നമ്മുടെയൊക്കെ മുഖം ചുളുങ്ങും. അവിടെയാണ് അമേരിക്കയിൽ നിന്ന് എന്നാൽ ഉള്ളി ഇറക്കുമതി ചെയ്യാം എന്നൊരു രാജ്യം തീരുമാനിക്കുമ്പോൾ അത് സാധ്യമാകുന്നില്ല. കാരണം എന്താണ്? ഇന്ത്യയിലെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഉള്ളിക്കുള്ള നികുതി കുറച്ചിട്ടില്ല. അവിടെ പ്രകൃതിക്ഷോഭമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിയുടെ വിപണി ഇല്ലാതാകുമ്പോൾ, ഉള്ളിയുടെ ഉൽപ്പാദനം കുറയുമ്പോൾ നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായി വരും. അതിന് മറ്റു പല രാജ്യങ്ങളുമുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളെ അടക്കമൊക്കെയാണ് നമ്മൾ കൂടുതലായി ആശ്രയിക്കുക. എങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞു പോയതാണ്. അതോടൊപ്പം കടല, ബീൻസ്, വെണ്ടയ്ക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സോയാബീൻ ഉൾപ്പെടെയുള്ളവ, അതായത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന, ഇന്ത്യക്കാർ അധികമായി ഉപയോഗിക്കുന്ന പല കാർഷിക ഉൽപ്പന്നങ്ങളെയും ഈ നികുതിയിൽ നിന്ന് ഇളവ് നൽകിയിട്ടില്ല. അമേരിക്കയിൽ നിന്ന് അനായാസം അങ്ങനെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. മസാലകളുടെ ഇറക്കുമതിക്ക് നിയന്ത്രണമുണ്ട്. കാരണം ഏറ്റവും അധികം സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു വലിയ ഉൽപ്പാദകർ കൂടിയാണ്. ഇവിടെ ഇതാ കടലയും ബീൻസും സോയാബീനും ഞാൻ പറയുമ്പോൾ പ്രേക്ഷകർ ഓർത്തിരിക്കുക, സോയാബീനാണ് ഇറക്കുമതി ചെയ്യുന്നതിന് നിയന്ത്രണമുള്ളത്. പക്ഷേ സോയാബീൻ എണ്ണ
ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് നികുതി ഇളവ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് കർഷകരെ കൈവിടാതെ ഉള്ള ഒരു കരാർ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്നത് എന്നത് നമുക്ക് പ്രാഥമികമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് വ്യവസായ മേഖലയെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു, അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടേണ്ടത് നമ്മുടെ വ്യവസായ മേഖലയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് എന്നത്. അതിന് കാരണം നമ്മൾ സൂചിപ്പിച്ചത് ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ വസ്ത്രങ്ങൾ, മരുന്നുകൾ, അതോടൊപ്പം തന്നെ റബ്ബർ ഉൽപ്പന്നങ്ങൾ, വാഹന സ്പെയർ പാർട്സുകൾ, ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ കയറ്റുമതി ചെയ്യാറുണ്ട്. ആ കയറ്റുമതി ചെയ്യുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾക്കെല്ലാം അമേരിക്ക 50% നികുതിയാണ് ഏർപ്പെടുത്തിയത്. അപ്പോൾ അമേരിക്കയിലെ ജനങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മടി കാണിക്കും. കാരണം ഈ അധിക തുക അമേരിക്കയിലെ ജനങ്ങളാണ് നൽകേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് ഇന്ത്യ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബർ, പ്ലാസ്റ്റിക്, തുണിത്തരങ്ങൾ, മരുന്ന്, വാഹന സ്പെയർ പാർട്സ് തുടങ്ങിയവ അമേരിക്കയിലേക്ക് കുറഞ്ഞ നികുതിയിൽ കയറ്റി അയക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം നമുക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ വ്യാവസായിക മേഖലയ്ക്ക് ഊന്നൽ നൽകുകയും വ്യവസായ മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കരാർ എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. പ്രിയ പ്രേക്ഷകരെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒന്നാണ്, ഇങ്ങനെയൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ അമേരിക്കയ്ക്കും ഉണ്ടാകുമല്ലോ ചില താല്പര്യങ്ങൾ. അതാണ് നമ്മൾ ഇനി അടുത്ത ഡേറ്റയായി പരിശോധിക്കുന്നത്. ഇവിടെ അമേരിക്കയ്ക്ക് ഈ കരാർ കൊണ്ട് എന്ത് നേട്ടം എന്നതാണ് എടുത്തു പറയേണ്ടത്. നിരവധിയായ ഉൽപ്പന്നങ്ങൾ, അമേരിക്കയിലെ നിരവധിയായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അവിടെ ഇറക്കുമതി തീരുവ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ്. അതിൽ തന്നെ കാർഷിക വിഭവങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ആ കാർഷിക വിഭവങ്ങളുടെ ഇറക്കുമതിക്ക് ഇളവ് നൽകുമ്പോൾ ധാന്യങ്ങൾക്കും പഴങ്ങൾക്കും നികുതി ഇളവ് നൽകുന്നു. മണിച്ചോളം, സോയാബീൻ, എണ്ണ എന്നിവയ്ക്ക് ഇളവ് നൽകുന്നു. പിസ്ത, നിലക്കടല, ബദാം എന്നിവയുടെ തീരുവ കുറയ്ക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ഇന്ത്യയിൽ കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ വ്യാപകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ 5 വർഷത്തിനുള്ളിൽ വലിയ തോതിൽ $50,000 കോടി സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങും എന്നുള്ളതാണ് അടുത്ത ഡേറ്റയായി നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഒപ്പം അമേരിക്കൻ മദ്യം ഇന്ത്യയിലേക്ക് എത്തുന്നു, അമേരിക്കയിൽ നിന്നുള്ള വൈൻ ഉൾപ്പെടെ എന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ കരാറിനെ കുറിച്ചുള്ള ഉള്ളടക്കം സംയുക്ത പ്രസ്താവനയിലൂടെ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് എണ്ണ എന്നതാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, ആവർത്തിച്ച് പറയുന്നു, ഈ ഉള്ളടക്കം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. കാരണം ഈ കരാറിൻ്റെ ഒരു പൂർണ്ണ രൂപം പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ ഡേറ്റകൾ പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് രാഗേഷ് മനസ്സിലാകുന്നത്? ഈ കരാർ കൊണ്ട് ഇന്ത്യക്ക് എങ്ങനെ നേട്ടമുണ്ടാകുന്നു? അമേരിക്കയുടെ നേട്ടം എന്താണ്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.